കഴിഞ്ഞ ദിവസങ്ങളോടെ തന്നെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം അങ്ങനെ പൂർത്തിയായിരിക്കുകയാണ്. 3200 രൂപയാണ് വിതരണം ചെയ്തത്. ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, പെൻഷൻ സെപ്റ്റംബർ മാസം മുതൽ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് മുടങ്ങാൻ പോകുന്നത്. സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ നമുക്ക് ആ സ്റ്റാറ്റസ് ഒന്ന് കാണാൻ സാധിക്കും. പെൻഷൻ കഴിഞ്ഞ മാസം വരെ ലഭിച്ചുകൊണ്ടിരുന്ന വ്യക്തികളിൽ 4 ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾക്കാണ് ആനുകൂല്യം മുടങ്ങാൻ പോകുന്നത്. ഒരു പക്ഷേ ഈ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അറിയാത്തത് മൂലമാകാം ഈ തുക തടസ്സപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ വരുന്ന മാസം പെൻഷൻ അനുവദിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നില്ല, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലേക്ക് ഈ സഹായം വരുന്നില്ല. ആ ഒരു സമയത്തായിരിക്കും ഞെട്ടിക്കുന്ന ഈ കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്. കാരണം നമ്മളുടെ പെൻഷൻ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് എന്നൊക്കെ നമ്മൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നു. ആ ഒരു സമയത്താണ് പെൻഷൻ മുടങ്ങുന്നതിൻ്റെ വേദന നമ്മളുടെ വീട്ടിലുള്ള ഗുണഭോക്താക്കൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കേണ്ടതിന് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് എല്ലാം എത്തിക്കുക. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്ന ബയോമെട്രിക് മസ്റ്ററിങ്, ആധാർ കാർഡുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയും ചെയ്യാം, വീടുകളിൽ ഇരുന്നു കൊണ്ട്, അതായത് ഹോം മസ്റ്ററിങ് എന്ന് പറയുന്ന മറ്റൊരു സംവിധാനമുണ്ട്. അക്ഷയ കേന്ദ്രത്തിലെ പ്രതിനിധി നമ്മളുടെ വീട്ടിലെത്തിയും മസ്റ്ററിങ് ചെയ്യും. അപ്പോൾ ഈ ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്തുവെങ്കിൽ മാത്രമേ സെപ്റ്റംബർ മാസം മുതൽ നമുക്ക് പെൻഷൻ ഉള്ളൂ. അതായത് ഈ മാസം അവസാനം സർക്കാർ വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കണമെങ്കിൽ നമ്മൾ ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തിയാക്കിയതായിട്ടുള്ള സ്റ്റാറ്റസ് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ കാണണം. പ്രത്യേകിച്ച് നമ്മളുടെ അയൽപ്പക്കങ്ങളിൽ അല്ലെങ്കിൽ നമ്മളുടെ പ്രദേശത്തുള്ളവർ സ്മാർട്ട് ഫോണൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയാത്ത, സാധാരണ ഫോണുകളുള്ള അല്ലെങ്കിൽ ഫോൺ പോലും ഇല്ലാത്ത ഒരുപാട് നിർധനരായിട്ടുള്ളവരുണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ അറിയത്തില്ലാത്തവരുണ്ടാകും. ഒരുപക്ഷെ ഈ വിവരങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ അല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെയൊക്കെ അറിയാൻ സാധിക്കാതെ പോയ ഒട്ടനവധി ആളുകളുണ്ട്. അവരിൽ ഉൾപ്പെടുന്നവരായിരിക്കും ഈ 4 ലക്ഷത്തോളം വരുന്ന ആളുകളും. അപ്പോൾ നമ്മളുടെ പ്രദേശത്തെ പെൻഷൻ വാങ്ങുന്നവരെ നിങ്ങൾ അറിയുന്നുവെങ്കിൽ അങ്ങനെയുള്ളവരോട് കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊന്ന് പറയുക. മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയെങ്കിലും വേണം. കാരണം സെപ്റ്റംബർ 10-ാം തീയതിയോടെ ഇത് അവസാനിക്കുകയാണ്. പിന്നീട് ഇത് ചെയ്യാത്തവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുകയും ചെയ്യും. പെൻഷൻ മുടങ്ങുന്ന അവസ്ഥയിലായിരിക്കും. എന്നാണോ പിന്നീട് ഇളവുകളോടെ സർക്കാർ പെൻഷൻ മസ്റ്ററിങ് അനുവദിക്കുമ്പോൾ അത് ചെയ്യുന്നത്, അതിനുശേഷമുള്ള സഹായം മാത്രമേ ലഭിക്കുകയുമുള്ളൂ. അപ്പോൾ പെൻഷൻ മസ്റ്ററിങ് പൂർത്തിയാക്കിയവരാണെങ്കിൽ പോലും സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ ഒന്നുകൂടി അതൊന്ന് സ്ഥിരീകരിച്ചേക്കുക. പെൻഷനർ ഐഡിയോ ആധാർ നമ്പറോ ഉപയോഗിച്ച് നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാം. മസ്റ്ററിങ് നമ്മൾ പൂർത്തിയാക്കാൻ പോയ ആ ഡേറ്റ്, മസ്റ്ററിങ് ചെയ്ത ആ ഡേറ്റ് കൃത്യമായിട്ട് അവിടെ കാണാൻ സാധിക്കും. ഈ മസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നൊരു അപ്ഡേഷനും കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ നമുക്ക് പെൻഷൻ മുടങ്ങില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. എന്നാൽ ഈ മസ്റ്റർ ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് കാണുന്നത് എങ്കിൽ നമുക്ക് പെൻഷൻ മുടങ്ങും. അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണം. ഇനി അതുകൂടാതെ മസ്റ്ററിങ് പരാജയപ്പെട്ടവരാണെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹാജരാക്കണം. ആ രീതിയിൽ മസ്റ്ററിങ് പൂർത്തിയാക്കുകയും വേണം. അപ്പോൾ ഈ രീതിയിലെല്ലാം കേവലം 30 രൂപ മുതൽ 50 രൂപ വരെ മാത്രമാണ് ഇതിനൊരു ഫീസ് ആവുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ് മസ്റ്ററിങ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രധാന അവസരം എല്ലാ മലയാളികളും, എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും പ്രയോജനപ്പെടുത്തുക. സെപ്റ്റംബർ മാസം 10-ാം തീയതി ബുധനാഴ്ച വരെ സമയമുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള സർക്കാരിൻ്റെ വിവിധ അറിയിപ്പുകളും ക്ഷേമ പദ്ധതികളും കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.